ചേർന്ന് 69 ലക്ഷം രൂപ തട്ടിയെന്നും ചികിത്സപ്പെട്ടപ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കൃഷ്ണകുമാർ. വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് ജയിലിയുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിന്നാണ്. 3 ജീവനക്കാരെ കൃഷ്ണകുമാർ ജയിലിൽ തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങിയെന്ന പരാതിയിൽ ന്യൂസിയം പോലീസ് കേസെടുക്കുന്നു. മകളുടെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ ഈ ജീവനക്കാരികൾ തട്ടിയെടുത്തതായി കൃഷ്ണകുമാറും പരാതിപ്പെട്ടു. ആരാദ്യം പരാതിപ്പെട്ടു, ആര് പറയുന്നതാണ് സത്യം, എന്താണ് സംഭവിച്ചത്? തെറ്റുകൾ നടന്ന ഈ കേസിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് പോലീസ്. സംഭവത്തിൽ ന്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2 കേസുകൾ. കൃഷ്ണകുമാറിന്റെ പരാതിയിലും ജീവനക്കാരികളായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ പരാതികളിലും കേസെടുത്തിട്ടുണ്ട്. കൃഷ്ണകുമാറും മകളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന് ജീവനക്കാർ പരാതിപ്പെടുമ്പോൾ മകളുടെ സ്ഥാപനത്തിലെ QR കോഡിൽ തിരുമറി നടത്തി ജീവനക്കാർ 61 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. QR കോഡ് മാറ്റി പൈസ എടുക്കുകയും ചെയ്യുന്നത് കുറ്റം സമ്മതിക്കുകയും ജീവനക്കാരുടെ കുറ്റം സംബന്ധിച്ച് 8.5 ലക്ഷം രൂപ മാറ്റിയിട്ടുണ്ട്. ബാക്കി തുക നൽകാതെ മകളെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് പോലീസിനെ പ്രതികരിച്ചത്. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി കൃഷ്ണകുമാർ പറയുന്നു. ഇവിടെ ഒരു സംശയമുള്ള ആരോഗ്യ കോളേജിൽ അന്ന് വരെ കേരളം വന്ന നേതാവെന്ന് പറയപ്പെടുന്നത് നേതാവിന് തോന്നില്ല. അയച്ചതാണ് വേറെന്തോ ആരോഗ്യം എന്നാൽ ഇതൊന്നുമല്ല സത്യമല്ല. ഈ പ്രശ്നം മൂലം തന്നെയാണ്